നാടാകെ ഓണാഘോഷത്തിന്റെ ലഹരിയിലാണ്. 24 ഹെഡ്ക്വാർട്ടേഴ്സിലും ബ്യൂറോകളിലും ഇന്നാണ് ഓണാഘോഷം. ആ വിശേഷങ്ങളിലേക്കാണ് ഇനി കടക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തറും, കൊച്ചിയിൽ നിന്ന് ശ്യാംകുമാറും, കോഴിക്കോട്ട് നിന്ന് ദീപക് ധർമ്മടവും, ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയും വിശേഷങ്ങളുമായി ചേരുന്നുണ്ട്. ഷഫീദ്, തിരുവനന്തപുരത്ത് ബ്യൂറോയിൽ ഓണാഘോഷം എവിടെ വരെ എത്തി? എന്തൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ അവിടെ? വിജയകുമാർ, വലിയ വാർത്താ തിരക്കുള്ള ഒരു ബ്യൂറോ ആണ് തിരുവനന്തപുരം ബ്യൂറോ. പക്ഷേ ഓണം നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാറില്ല. മാത്രമല്ല, വലിയ ആഘോഷം ഓണത്തിന്റെ ഭാഗമായി നമ്മൾ നടത്താറുണ്ട്. ഇപ്പോൾ ഇന്ന് ഉച്ച മുതലാണ് നമ്മളുടെ ഓണാഘോഷം തുടങ്ങിയത്. പടക്കം പൊട്ടിച്ചിട്ടുള്ള ഓണാഘോഷം, അതിനപ്പുറത്തേക്ക് വലിയ പരിപാടികളൊക്കെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ ബ്യൂറോയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് എത്തിയാൽ നമ്മളുടെ ടീം ഒരുക്കിയ അത്തപ്പൂക്കളം കാണാൻ സാധിക്കും. വലിയ ആവേശത്തിൽ നമ്മളുടെ ടീമിന്റെ ആ ഒരു ഓണാഘോഷ വിളികളൊക്കെ കേൾക്കാം. ഇനി സദ്യയാണ്. സദ്യ അല്പസമയത്തിനുള്ളിൽ തുടങ്ങും. ഇപ്പോഴും വലിയ വാർത്താ തിരക്കുകൾക്ക് കുറച്ചുപേർ പുറത്താണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ടീമിനെ ഇവിടെ കാണാൻ സാധിക്കും. ഇന്നലെ രാത്രി നമ്മുടെ എല്ലാ വാർത്താ തിരക്കുകളും കഴിഞ്ഞ അർദ്ധരാത്രി ഇരുന്നാണ് നമ്മൾ ഈ അത്തപ്പൂക്കളം ഇവിടെ ഒരുക്കിയത്. മനോഹരമായ ഒരു അത്തപ്പൂക്കളം നമ്മൾ 24ന്റെ എല്ലാ കാലവും നമ്മൾ ഒരുക്കുന്ന പോലെ നമ്മൾ 24ന്റെ അത്തപ്പൂക്കളമാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഓരോ ആൾക്കാരുണ്ട്. മേഖല ഒരു കണ്ണൂരുകാരിയാണ്. പക്ഷേ തിരുവനന്തപുരത്ത് ഓണം കൊണ്ട് തിരുവനന്തപുരത്ത് ഓണം എന്ന് പറഞ്ഞാൽ ഒരു മാസക്കാലമായിട്ട് ഇവിടെ ഓണക്കാലമാണ്. അത് ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്ത് ഓണം ആഘോഷിക്കുന്നത്. അതിന്റെ എല്ലാ വൈബും ഉണ്ട്. ഇവിടുത്തെ സദ്യ, പൂക്കളം എല്ലാം വൈബാണ്. റിനു എങ്ങനെയുണ്ട്? റിനു മറ്റൊരു ചാനലിൽ നിന്ന് 24ലേക്ക് വന്ന ശേഷമുള്ള ആദ്യ ഓണമാണ്. എങ്ങനെയുണ്ട്? കളർഫുൾ ആണ്. 24നൊപ്പം ആദ്യ ഓണം കളർഫുൾ ആണ്, വൈബാണ്, ട്രെൻഡാണ്. ഉമേഷും സമാനമാണ്. എങ്ങനെയുണ്ട്? ഓണം എങ്ങനെയുണ്ട്? അവൻ പറഞ്ഞു എന്തായാലും ആദ്യ ഓണം ഹാപ്പി. ഇനി നമ്മളുടെ എല്ലാ ആഘോഷങ്ങൾക്കും നമ്മളുടെ ഒരു മുഖ്യ മുഖം അത് അലക്സ് റാം മുഹമ്മദാണ്. അലക്സ് റാം മുഹമ്മദിനെ പറയാതെ പോകാൻ കഴിയില്ല. അലക്സ്, എങ്ങനെയുണ്ട്? പരിപാടി എങ്ങനെയുണ്ട്? പരിപാടി ചുമ്മാ കളറാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ വർഷത്തെയും പോലെ നമ്മൾ വെല്ലുവിളിക്കുന്നു. ബാക്കി എല്ലാ ബ്യൂറോസിനും നമ്മൾ വെല്ലുവിളിക്കുന്നു. ഫൈറ്റ് ചെയ്തോ. പരസ്യ വെല്ലുവിളി കൂടിയാണ്. കണ്ണാടിയൊക്കെ പുതിയ കണ്ണാടി ഫുൾ ടെറർ. നമ്മളുടെ ബ്യൂറോയിൽ നമ്മളുടെ എല്ലാ തരത്തിലുള്ള റണ്ണിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഫുൾ ടീം ഇവിടെ ഉണ്ട്. സലീം മാലിക് ഇവിടെ ഫാമിലി ആയിട്ട് വന്ന് ഒളിച്ചു നിൽക്കുകയാണ്. സലീം, എങ്ങനെയുണ്ട്? ഓണം എങ്ങനെയുണ്ട്? ഇന്ന് അവധിയാണ് സലീം മാലിക്. പക്ഷേ സലീം അവധിയൊക്കെ ക്യാൻസൽ ചെയ്ത് ഓടി വന്നതാണ്. അടിപൊളി. സുന്ദരിക്ക് പൊട്ടുവിടാൻ വന്നതാണ് സലീം എന്നാണ് സലീം പറയുന്നത്. സലീമിന്റെ മകനാണ്. ഫാമിലി ഉണ്ട് പുറകില്. ഫാമിലി നിൽപ്പുണ്ട്. മനീഷ് മഹിബാൽ നിൽക്കുന്നുണ്ട്. മനീഷ്, എങ്ങനെയുണ്ട്? ഓണം അടിപൊളി. ഒറ്റ അടിപൊളി. ഇത്രേ ഉള്ളൂ. ഗംഭീരം. അതാണ്. ഇനിയിപ്പോൾ നമ്മൾ സദ്യവട്ടങ്ങളിലേക്ക് പോവുകയാണ്. നമുക്ക് നമ്മളെ ഫുൾ ക്രൂവിനെ ഇവിടെ കാണാൻ സാധിക്കും. നമ്മുടെ 2 ക്യാമറമാരുണ്ട്. അഭിലാഷ് തൊഴുവങ്കോടും ജുനുവസ് രാജുമുണ്ട്. ഇതല്ല നമ്മളുടെ തിരുവനന്തപുരത്തെ ഓണാഘോഷം. ഇത് നമ്മൾ ഈ വാർത്തകളൊക്കെ ഒതുക്കിയ ശേഷം ഉച്ചയ്ക്ക് ഓണം തുടങ്ങുകയാണ്. ഇനിയാണ് നമ്മുടെ ഓണപരിപാടി ഗംഭീരമാകാൻ പോകുന്നത്. ഉച്ചയ്ക്ക് ശേഷം കലാപരിപാടികളും മറ്റു പരിപാടികളുണ്ട്. ഇപ്പോൾ ഒരു ആർപ്പോ വിളിച്ച് നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു. അലക്സേ, റെഡിയാക്കാം. അടിപൊളിയാണ്, കളർഫുൾ ആണ്. നമ്മളുടെ ആഘോഷങ്ങളിലേക്ക് കടക്കുകയാണ്. എസ് വിജയകുമാർ. ശരി ഷഫീദ്, ഇനി കലാപരിപാടി ഉണ്ട്. എന്താകുമോ എന്തോ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.